ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ആക്സസറിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫംഗ്ഷൻസിനും ഒക്കെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ടിയാര എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ ഒരു ചെറിയ സൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുമാതിരി ഒരു 3-4 ഇടാണ് നമുക്ക് വേണ്ടത്. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ചെറിയ ബീഡ്സും അതിൻ്റെ ഒരു 2 സൈസ് വലിയ ബീഡ്സും യൂസ് ചെയ്യുന്നു. പിന്നെ ഈ കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ വയർ അത്യാവശ്യത്തിന് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഏകദേശം അളവ് വെച്ച്, മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ഒന്നെങ്കിൽ നടുവേ ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ ഒരു കാൽഭാഗം വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വലിയ ബീഡ് അതിലിട്ട് ഇങ്ങനെ ചുറ്റി പിരിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതവിടെ ടൈറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അതിൻ്റെ ചെറിയ അറ്റം നമ്മൾ എടുത്തിട്ട് നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഇതുപോലെ ആ ചെറിയ ബീഡ് ഇതുപോലെ ചുറ്റി കൊടുക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ബീഡ് ഇതുപോലെ നന്നായിട്ട് ചുറ്റിക്കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഇതുപോലെ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തനിയെ ആ ബീഡ്സ് അവിടെ ലോക്ക് ആയിക്കോളും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളറിലുള്ള ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് കളർ എളുപ്പത്തിന് വേണ്ടി യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ എടുത്തു. ഞാൻ സംഭവം തിരിച്ച് വെച്ചതുകൊണ്ടാണ് എൻ്റെ റൈറ്റ് സൈഡായിട്ട് ഇപ്പോൾ തോന്നുന്നത്. അതായത് 2 സൈഡിലും ചെയ്യാമെന്ന് മാത്രം ചുരുക്കം. 2 സൈഡിലും ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പീസും കൂടെ കോപ്പർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കട്ട് ചെയ്ത് നീളം കുറഞ്ഞു പോയതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ചുകൂടി ലെങ്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വയറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു എക്സ്ട്രാ വയർ കൂടി കട്ട് ചെയ്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ അതിലേക്ക് വലിയ 2 ബീഡ്സാണ് കൊടുക്കുന്നത്. ആദ്യം ഒരു ബീഡ്സ് കോർത്ത് ഇതുപോലെ ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡിലായിട്ട് വേറൊന്നുകൂടി ടൈറ്റ് ചെയ്യുക. അത് തമ്മിൽ ഒന്ന് നമ്മുടെ ആദ്യം ആക്കി വെച്ചിരുന്ന ആ വയറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ലെങ്ത് കൂട്ടി വയർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ അതിലേക്ക് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചെറുത് 2ആയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലെങ്ത് കൂടിയ വയറിൽ ചെയ്യുമ്പോഴത്തേക്കും വയർ തമ്മിൽ കെട്ടുകൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് വയർ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. 1-2 ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു വലിയ ബീഡ് എടുത്ത് ചുറ്റി ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡലിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഫ്ലവർ മോഡൽ ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്ലവറാണ് ഇനി നമുക്ക് ഇതിലോട്ട് അറേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ആ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അതായത് കണ്ടോ, നമ്മളിപ്പോൾ ചുറ്റിയെടുത്തതിൻ്റെ ബാലൻസ് ഉള്ള നീളം കൂടിയ ആ ഒരു വയറിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ബീഡ്സിനകത്ത് ഒരു 5 ബീഡ്സ്, ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ്, അതിൻ്റെ ഒരു പീസ് നമ്മളിപ്പോൾ ചെയ്ത മോഡലില്ലേ ആ ഒരെണ്ണം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 7 ചെറിയ ബീഡും 3 വലിയ ബീഡ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ബാലൻസ് ഉള്ള 5 ബീഡ്സ്, ചെറിയ ബീഡ്സ് നമ്മൾ ഇതിലേക്ക് കോർത്ത് കൊടുത്തിട്ട് അതിനെ നമ്മളൊന്ന് ജസ്റ്റ് റൗണ്ടാക്കി ഇതുപോലെ തന്നെ ചുറ്റിയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ആ സെൻറ്ററിലെ ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 3 ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ 3 കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ ആക്സസറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ 3 ഇതിൽ 2 എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട്
അതിനുശേഷം മൂന്നാമത്തതും കൂടി നമ്മൾ അപ്പുറത്തെ സൈഡിലായിട്ട് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ചുറ്റിയെടുത്തത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ചെറുതായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്താലും അതിനൊപ്പം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി സെൻറ്ററിലെ ആ കമ്പികൾ നമ്മൾ വയർ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്നത് ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട്, അതിന് കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ഫ്ലവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സ്റ്റെമ്മായിട്ട് ഇതുപോലെ വയർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഗ്രീൻ കളറാണെന്ന് മാത്രം. അതിൻ്റെ കോപ്പർ ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടും വാങ്ങിക്കാൻ, അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിതുപോലെ ചുറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ സെൻറ്ററിലെ നമ്മുടെ കോപ്പർ വയറിൻ്റെ ആ ഒരു ചുറ്റ് നമുക്ക് കാണാതിരിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു ആക്സസറി കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.